إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ സൂറത്തുൽ കഹ്ഫിലെ 103, 104 ആയത്തുകളിലായി പറഞ്ഞു, ഖുൽ, നബിയെ ചോദിക്കുക, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, തങ്ങളുടെ കർമ്മങ്ങൾ മുഴുവനും നഷ്ടത്തിലായിപ്പോയ ആളുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. കർമ്മങ്ങളെല്ലാം ലാഭകരമായി തീരുവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ പ്രയത്നിക്കുന്നത്. ദുനിയാവിൽ അല്ലാഹു നൽകിയ നമ്മുടെ ആയുസ് മുഴുവനും നമ്മൾ ചിലവഴിക്കുന്നത്, അതല്ലെങ്കിൽ ചിലവഴിക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ ഒരിക്കലും നഷ്ടത്തിലായി പോവാൻ പാടില്ല, മറിച്ച് ലാഭം കൊയ്യുന്നവരായിരിക്കണം. അതാ അല്ലാഹു അറിയിക്കുകയാണ്. ആരാണവർ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിൽ അവർ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്, ഒരുപാട് പണിയെടുത്തവരാണവർ, ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ആ പ്രയത്നങ്ങളെല്ലാം പാഴായി പോയിട്ടുണ്ട്, വിഫലമായി പോയിട്ടുണ്ട്. അതോടൊപ്പം അവരകപ്പെട്ട ഏറ്റവും ഗുരുതരമായ അപകടമാണ് വഹും യഹ്സബൂൻ, അവർ വിചാരിച്ചു വച്ചിരിക്കുന്നത് അന്നഹും യുഹ്സിനൂന സുൻആ, അവർ ശരിയായ പ്രവർത്തനങ്ങളിലാണുള്ളത് എന്നാണ്, അവർ ശരിയായ പാതയിലാണ് എന്നാണ് അവർ ധരിച്ചു വച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ ആയത്തുകൾ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട, നമ്മെ ഭയപ്പെടുത്തേണ്ട ആയത്തുകളാണ്. എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്താൽ പോരെ, ലക്ഷ്യം നന്നായാൽ പോരെ, മാർഗം ശരിയാവേണ്ടതുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. എല്ലാം പോകുന്നത് ഒരു വഴിയിലേക്ക് തന്നെയല്ലേ, എങ്ങനെയെങ്കിലും ചെയ്താൽ പോരെ? അല്ല പ്രിയമുള്ളവരെ, അള്ളാഹു തൃപ്തിപ്പെടുന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അഥവാ അള്ളാഹുവിനുള്ള ഇഖ്ലാസോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പോലെയുമായിരിക്കണം.
ഈ രണ്ട് നിബന്ധനകൾ ചേർന്ന അമലുകൾ മാത്രമാണ് അള്ളാഹു തൃപ്തിപ്പെട്ട അമലുകൾ. ഈ രണ്ട് നിബന്ധനകളും ഒരാളിൽ നിന്ന് ഇല്ലാതായി പോയാൽ, അതല്ലെങ്കിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഇല്ലാതായി പോയാൽ അയാളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടും. വളരെ പ്രയാസകരമായ ആരാധനാ കർമ്മങ്ങളിൽ അവർ ഏർപ്പെടും. അവർ വിചാരിക്കുന്നത് എന്താണ്? വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. അവർ ശരിയായ പാതയിലാണ്, അവർ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ശരിയായ പ്രവർത്തനമാണ് എന്നാണ് അവർ വിചാരിച്ചു വെച്ചിട്ടുള്ളത്. ബിദ്അത്തുകളിൽ ഏർപ്പെടുന്ന ആളുകളെ നോക്കൂ നിങ്ങൾ. ബിദ്അത്തുകൾ ചെയ്യുമ്പോൾ അത് ബിദ്അത്താണെന്നും അത് പുത്തനാചാരമാണെന്നും അത് ചെയ്യരുതെന്നും പറഞ്ഞാൽ അവർ അത് സ്വീകരിക്കുകയില്ല. പറയുന്നവരെ ബിദ്അത്തുകാരാക്കും. കാരണം അവർ ധരിച്ചു വെച്ചിട്ടുള്ളത് അവർ ശരിയായ പാതയിലാണ് എന്നാണ്. സഹോദരങ്ങളെ, ഇത് ഗുരുതരമായ അപകടമാണ്. ഈ ആമുഖം, ഈ ആയത്തുകൾ, ഈ വിശദീകരണം പറഞ്ഞു വച്ചത് നമ്മൾ റജബ് മാസത്തിലാണുള്ളത്. റജബ് മാസത്തിൽ അനേകം ബിദ്അത്തുകൾ, പുതിയ പുതിയ കാര്യങ്ങൾ, ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ആളുകളോട് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായി നമുക്ക് കാണാം. അതിൽപ്പെട്ടതാണ് റജബ് മാസത്തിൽ പ്രത്യേകമായി ചില നോമ്പുകൾ, പ്രത്യേകമായി ചില നിസ്കാരങ്ങൾ, പ്രത്യേകമായി ചില ആരാധനാ കർമ്മങ്ങൾ. ഈ പറഞ്ഞതൊക്കെ അള്ളാഹും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണെങ്കിൽ മാത്രമേ സഹോദരങ്ങളെ നമ്മൾ ശരിയായ പാതയിലാവുകയുള്ളൂ. അതല്ലെങ്കിൽ ചെയ്യുമ്പോൾ എത്ര ഇഖ്ലാസോടുകൂടി ചെയ്തിട്ടും കാര്യമില്ല. താൻ ശരിയായ പാതയിലാണുള്ളത്, ഇത് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസമാണ്, ആചാരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ ചെയ്താലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തിൽ നമ്മൾ കേട്ടതുപോലെ ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലൻ, അമലുകൾ നഷ്ടത്തിലായി പോയ ആളുകൾ എന്നാണ് അല്ലാഹു പറഞ്ഞത്. കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നഷ്ടമായി പോയി, അതുകൊണ്ടൊരു ലാഭം കിട്ടിയില്ല. സഹോദരങ്ങളെ, റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ നമുക്കറിയാം. റജബ് മാസം അല്ലാഹു പവിത്രമാക്കിയ മാസമാണ്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒന്നാണ്. അഥവാ സ്വന്തത്തോട് അതിക്രമങ്ങളൊന്നും ചെയ്യാതെ തെറ്റുകളിൽ നിന്ന് പ്രത്യേകമായി മാറി നിൽക്കേണ്ട അങ്ങനെയുള്ള ഒരു മാസമാണിത്. അഥവാ ഉള്ള പവിത്രതകൾ അത് നാം അംഗീകരിക്കുകയും അതിനെ ആദരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും അത് നാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട കാര്യമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, പ്രത്യേകമായി നമുക്കെന്തെങ്കിലും പുതുതായി ഉണ്ടാക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. ഒരു കാര്യം ദീനായി നമുക്ക് ആചരിക്കണമെങ്കിൽ, ഒരു കാര്യം ദീനായി നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ അത് അല്ലാഹുവോ അവൻ്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കണം. കാരണം അല്ലാഹു ആണ് നമ്മെ പടച്ചത്. അല്ലാഹു നമ്മെ പടച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഇബാദത്ത് എങ്ങനെ ചെയ്യണമെന്നത് അല്ലാഹു അവൻ്റെ റസൂലുമാരെ അയച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കും. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് നമ്മെ പഠിപ്പിച്ച് പൂർത്തിയാക്കി അവിടുന്ന് ഇഹലോകത്തോട് വിട പറഞ്ഞു പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ ശാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതന്മാരുടെ ചില ഉദ്ധരണികൾ നിങ്ങൾക്ക് കേൾക്കാം. റജബ് മാസത്തിൽ എന്തേ നോമ്പ് പ്രശ്നമാണോ? എന്തേ സ്വലാത്ത് നിസ്കാരം അത് പ്രശ്നമാണോ? എന്തേ പുതിയ ഇബാദത്തുകൾ ചെയ്താൽ അത് കുഴപ്പമുണ്ടോ? അള്ളാഹു ശിക്ഷിക്കോ എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. അറിയാത്തവരാണെങ്കിൽ ഇതാ കേട്ടോളൂ. നമ്മുടെ ഇമാമുമാർ അവർ പറയുകയാണ്, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ, അദ്ദേഹം ഈ റജബ് മാസത്തിലെ ഇല്ലാത്ത പുതുതായ കാര്യങ്ങൾ, ബിദ്അത്തായ കാര്യങ്ങൾ, അത് തെറ്റാണ്, ബിദ്അത്താണ്, അത് ചെയ്യരുത് എന്ന് പറയാൻ മാത്രം ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. തബീനുൽ അജബ് ബിമാ വറദ ഫീ ഷഹ്രി റജബ് ആണ് കിതാബിൻ്റെ പേര്. ആ കിതാബിൽ അദ്ദേഹം പറയുകയാണ്, ലം യരിദ് ഫീ ഫദ്ലി ഷഹ്രി റജബിൻ
വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠതയായിക്കൊണ്ട് അതിൽ പ്രത്യേകമായി വല്ല നോമ്പോ അതല്ലെങ്കിൽ പ്രത്യേകമായി ഇന്ന ദിവസം, പൊതുവായി എന്നല്ല പ്രത്യേകം ഒരു ദിവസം നോമ്പ് എന്നോ അതല്ല പ്രത്യേകമായ ഒരു നിസ്കാരമെന്നോ ഉദ്ധരിക്കപ്പെട്ട് കിട്ടിയിട്ടില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നിട്ടില്ല. തെളിവിന് കൊള്ളാവുന്ന അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച ആ വാക്ക് നോക്കണം സഹോദരങ്ങളെ, ഫീഹി ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. തെളിവിന് കൊള്ളാകുന്ന ഒരൊറ്റ സഹീഹായ ഹദീസും ആ വിഷയത്തിൽ വന്നിട്ടില്ല. അപ്പം നിങ്ങൾ നോക്കൂ, സാധാരണ ആളുകൾക്ക് തോന്നും ഈ റജബ് മാസത്തിലെ ശ്രേഷ്ഠതയായിക്കൊണ്ട് ഉസ്താദുമാരിങ്ങനെ ഓതിത്തന്ന പറഞ്ഞു തന്ന ഹദീസുകളൊക്കെ എന്താണ്? ശാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതൻ അൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, തെളിവിന് കൊള്ളാവുന്ന ഒരൊറ്റ ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതൊക്കെ എന്താണ്? പിന്നെ ഈ ഉദ്ധരിക്കുന്ന ഹദീസുകളൊക്കെ എന്താണ്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ കുല്ലുഹാ ദഈഫ, എല്ലാം ദഈഫാണ്, ദുർബലമാണ്. ബൽ മൗദൂഅത്തുൻ, കെട്ടിയുണ്ടാക്കപ്പെട്ടതാണ്. പുതുതായി ഓരോരുത്തർക്കും തോന്നിയതുപോലെ അവർക്ക് തോന്നുകയാണ് റജബിൽ കുറച്ച് നല്ല കാര്യങ്ങൾ അങ്ങ് പറഞ്ഞേക്കാം, ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് അവരങ്ങനെ ഉണ്ടാക്കുകയാണ്. ഇപ്പം ശഅബാനിലും വരും, റമദാനിലും വരും. ഇങ്ങനെ സഹോദരങ്ങളെ, തിന്നാനും ഉടുക്കാനും ഉറങ്ങാനും ഒക്കെ ബിദ്അത്ത് എന്ന് പറഞ്ഞതുപോലെ നഊദു ബില്ലാഹ്. എന്താണ് ഇതുകൊണ്ടുണ്ടാകുന്ന അപകടം? നമ്മൾ ആദ്യം കേട്ട ആയത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇതൊക്കെ ഒരുപാട് ആളുകൾ പ്രവർത്തിക്കും, ഇത് ചെയ്യാത്തവരെ വിമർശിക്കും, ബിദ്അത്തുകാരാക്കും. ഉണ്ടാകുന്നത് എന്താണ്? അവർ വഴികേടിലായി പോവുകയാണ്, അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോവുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, അൽ ഇമാം അൻ-നവവി അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് അൻ-നവവി റഹിമഹുല്ലാ, രണ്ടാം ശാഫിഈ എന്ന് ലോകത്തെ സർവ്വ മുസ്ലിമീങ്ങളും അംഗീകരിച്ച ഇമാം അൻ-നവവി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ അൽ ഫതാവ അൻ-നവവിയ്യ, അദ്ദേഹത്തിൻ്റെ ഫത്വകൾ ക്രോഡീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണത്. അദ്ദേഹത്തിൻ്റെ ഫത്വകൾ മാത്രമാണ് ആ ഗ്രന്ഥത്തിലുള്ളത്. അതിൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, സ്വലാത്തുർ റഗായിബ്, റജബ് മാസത്തിൽ പ്രത്യേകമായി നടത്തപ്പെടുന്ന ഒരു നിസ്കാരമുണ്ട്, റഗായിബ് നിസ്കാരം. ആ നിസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഹിയ ബിദ്അത്തുൻ ഖബീഹത്തുൻ മുൻകറത്തുൻ അശദ്ദ ഇൻകാരിൻ. അത് ബിദ്അത്താണ്, ബിദ്അത്തുകളിൽ തന്നെ വളരെ മോശമായ ബിദ്അത്താണ്, അങ്ങേയറ്റം വിരോധിക്കേണ്ട ബിദ്അത്താണത്. മുസ്തമിലത്തുൻ അലാ മുൻകറാത്തിൻ, ഒരുപാട് തെറ്റുകൾ ഉള്ള ഒരു കാര്യമാണത്. സുബ്ഹാനല്ലാഹ്, ഈ വാക്കുകൾ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഒരു നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത് ബിദ്അത്താണ്, ഇത് മോശമാണ്, അങ്ങേയറ്റം ശരിയല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. എത്ര പുരോഹിതന്മാർ ജനങ്ങളോട് ചോദിക്കാറുണ്ട്, നിസ്കാരല്ലേ, നിസ്കാരത്തിന് അങ്ങനെ പറയാൻ പാടുണ്ടോ? നിസ്കാരം അദ്ദേഹം പറയാണ് ബിദ്അത്താണ്, തെറ്റാണെന്ന് പറയുകയാണ്. ഒരുപാട് തെറ്റുകൾ അതിലുള്ളത് കൊണ്ട് അത് ബിദ്അത്താണ്. അവിടെ അവസാനിപ്പിച്ചില്ല, അദ്ദേഹം പറയുകയാണ്, ഫയതഅയ്യനു തർക്കുഹാ വൽ ഇഅറാദു അൻഹാ, അത് ഉപേക്ഷിക്കാനും അതിൽ നിന്ന് തിരിഞ്ഞു കളയാനും, വഇൻകാറുഹാ അലാ ഫാഇലിഹാ, അത് ചെയ്യുന്ന ആളുകളോട് അത് ചെയ്യരുത് എന്ന് പറയുകയും വേണം. പറയുന്നവരെ ബിദ്അത്തുകാരാക്കാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വഅലാ വലിയിൽ അംരി വഫഖഹുല്ലാഹു തആല മൻഉ നാസ മിൻ ഫിഅലിഹാ, ഭരണാധികാരികൾ, ഉത്തരവാദിത്തമുള്ള ആളുകൾ, മുസ്ലിമീങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ട ആളുകൾ, അവർ ജനങ്ങളോട് ഇത് തടയണം, ഇത് ചെയ്യരുത് എന്നവരോട് പറയണം. കാരണം ഫഇന്നഹു റാഇൻ, ഒരു ഭരണാധികാരി ഉത്തരവാദിത്തമുള്ളവനാണ്. വകുല്ലു റാഇൻ മസ്ഊലുൻ അൻ റഇയതിഹി, ഓരോ ഉത്തരവാദിത്തമുള്ളവരുടെയും ഉത്തരവാദിത്തത്തെക്കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഖദ് സന്നഫൽ ഉലമാഉ കുതുബൻ ഫീ ഇൻകാരിഹാ വദമ്മിഹാ വതസ്ഫീഹി ഫാഇലിഹാ. ഈ സ്വലാത്തുർ റഗായിബ്
അതിനെ നിഷേധിച്ചുകൊണ്ടും അതിനെ വിരോധിച്ചുകൊണ്ടും അതിനെ ആക്ഷേപിച്ചുകൊണ്ടും അത് ചെയ്യുന്നവരുടെ വിഡ്ഢിത്തം വിവരക്കേട് വിളിച്ചോതിക്കൊണ്ടും പണ്ഡിതന്മാർ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ولا يغتر بكثرة الفاعلين لها في كثير من البلدان. ഒരുപാട് നാടുകളിൽ ധാരാളം ആളുകൾ ഇത് പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ വഞ്ചിതരായി പോകരുത്. ولا بكونها مذكورة في قوت القلوب وإحياء علوم الدين ونحوهما. രണ്ട് കിതാബുകളുടെ പേരുകൾ പറഞ്ഞു. ഖൂത്തുൽ ഖുലൂബ് അബൂ താലിബ് അൽ മക്കി എന്ന വ്യക്തി എഴുതിയ കിതാബാണത്. ഇഹ്യാ ഉലൂമുദ്ദീൻ നാട്ടിലെല്ലാവർക്കും അറിയാം, ഇമാം ഗസ്സാലി എഴുതിയ കിതാബാണത്. അതിലുണ്ട്, അതിൽ വന്നിട്ടുണ്ട്, അതിൽ അദ്ദേഹം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരായി പോവരുത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫഇന്നഹാ ബിദ്അത്തുൻ ബാതില, അത് വ്യർത്ഥമായ ബിദ്അത്താണത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉദ്ധരിക്കുകയാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും വല്ല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് അവസാനം അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുണ്ട്, വലം യഅ്മുർ ബിത്തിബാഇൽ ജാഹിലീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ജാഹിലുകളെ, വിവരമില്ലാത്ത ആളുകളെ പിൻപറ്റണമെന്ന് നമ്മോട് കൽപ്പിച്ചിട്ടില്ല. വലാ ബിൽ ഇഗ്തിറാറി ബിഗലതാതിൽ മുഖ്തിഈൻ. തെറ്റുകൾ സംഭവിച്ചു പോകുന്ന ആളുകളുടെ സ്ഖലിതങ്ങൾ, അവരുടെ തെറ്റുകൾ, അതിൽ വഞ്ചിതരായി പോവാനും അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടില്ല. വല്ലാഹു അഅലം. ഇത് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് അവസാനിപ്പിച്ചത്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ശാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതന്മാർ അവർ പറയുകയാണ്, റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരു നോമ്പോ ഒരു നിസ്കാരമോ പ്രത്യേകം പേര് വിളിക്കപ്പെട്ട സ്വലാത്തുർ റഗായിബോ ഇതൊന്നും തന്നെയില്ല. ഇതെല്ലാം ബിദ്അത്താണ്. ഇതെല്ലാം കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകളുടെ പിൻബലത്തോടുകൂടി ആളുകൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അറിയപ്പെട്ട പണ്ഡിതന്മാരെന്ന് പറയുന്നവർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി വച്ചാലും ശരി, ഒരുപാട് നാടുകളിൽ അത് പ്രവർത്തിച്ചാലും ശരി, നിങ്ങൾ വഞ്ചിതരായി പോകരുത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും മരണം വരെ സത്യം പിന്തുടരാനും എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരു ഇബാദത്തുകൾ അല്ലെങ്കിൽ പ്രത്യേകം നോമ്പോ നിസ്കാരമോ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും റജബ് മാസത്തിൻ്റെ 27-ാമത്തെ രാവ് അത് ഇസ്രാ മിഅ്റാജ് സംഭവിച്ച രാവാണെന്നും അന്ന് പ്രത്യേകം ഇബാദത്തുകളുണ്ടെന്നും അതിൻ്റെ പേരിൽ നോമ്പ് നോൽക്കുകയും അത് കൽപ്പിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാം. റജബ് 27-നാണ് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പല രൂപത്തിലുള്ള ആരാധനാ കർമ്മങ്ങളും നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ അൽ ഇസ്രാ വൽ മിഅ്റാജ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ കാര്യമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. സൂറത്തുൽ ഇസ്രാ 17-ാമത്തെ സൂറത്തിൻ്റെ 1-ാമത്തെ ആയത്ത്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് അഥവാ മക്കയിൽ നിന്ന് അങ്ങകലെ ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ അഖ്സയിലേക്ക് അള്ളാഹു അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അവൻ്റെ അടിമയെ രാത്രിയാത്ര നടത്തുകയുണ്ടായി. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് 7-ആകാശം വരെ അവിടുന്ന് സഞ്ചരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അത് അവിടുത്തെ
ശരീരവും അവിടുത്തെ ആത്മാവും യഥാർത്ഥ രൂപത്തിൽ സംഭവിച്ചതാണ്. ചില പിഴച്ച കക്ഷികൾ അത് സ്വപ്നമാണ് എന്നൊക്കെ പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്കും എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് 7 ആകാശം വരെയും സഞ്ചരിച്ചിട്ടുണ്ട്. അതാണ് അൽ ഇസ്റാ വൽ മിഅ്റാജ്. ഇത് സ്ഥിരപ്പെട്ടതാണ് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും. എന്നാൽ സഹോദരങ്ങളെ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേകമായ വല്ല ഇബാദത്തും ഉണ്ടാക്കണമെങ്കിൽ അത് അല്ലാഹു അവൻ്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രവർത്തിക്കും, പക്ഷേ വഴികേടിലായി പോകും. ശരിയാണെന്ന് ധരിക്കും, പക്ഷെ തെറ്റായി പോകും. നോക്കൂ, ഈ അൽ ഇസ്റാ വൽ മിഅ്റാജ് എന്ന ഈ അത്ഭുത സംഭവം, ആ അത്ഭുത സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ഒരു നോമ്പ്, 27ന്റെ നോമ്പ് നമുക്ക് കാണാം. അത് ബിദ്അത്താണ്. ആ രാത്രിയിൽ, അതിൻ്റെ രാവിൽ പ്രത്യേകം നിസ്കാരം പള്ളികളിൽ നമുക്ക് കാണാം. പ്രത്യേകം പ്രാർത്ഥനാ സദസ്സുകളും മജ്ലിസുകളുമൊക്കെ ഉണ്ടാക്കുന്നതായി നമുക്ക് കാണാം. അതെല്ലാം ബിദ്അത്താണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരാണ് ഈ പറഞ്ഞത്. ബാക്കിയുള്ള ഒരുപാട് ഉലമാക്കൾ, ഇമാമിങ്ങൾ പറഞ്ഞു വച്ചത് വേറെയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ശാഫിഈ മദ്ഹബുകാരാണല്ലോ, അവരാണ് നമ്മുടെ ഇമാമിങ്ങൾ. നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞാൽ പിന്നെ വേറെ വർത്താനില്ല എന്ന് പറയുന്നവർ കണ്ണു തുറക്കട്ടെ. ഉസ്താദുമാർ കണ്ണു തുറന്നില്ലെങ്കിലും പ്രിയമുള്ള സഹോദരങ്ങളെ, സ്നേഹത്തോടെ ആത്മാർത്ഥതയോടുകൂടി പറയട്ടെ, നമ്മൾ വഴിതെറ്റി പോകരുത്. നമ്മൾ വഴികേടിലാക്കാൻ ഇബാദത്തുകൾ ഇങ്ങനെ ഇല്ലാത്തത് ചെയ്യിപ്പിച്ചിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കരുതിയിരിക്കണം. നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇസ്റാ മിഅ്റാജിന് ഇങ്ങനെ പ്രത്യേകമായി ഒരു ആരാധനകളില്ല എന്ന് പറയാനുള്ള കാരണം. ഒന്നാമത്തെ കാരണം, എന്നാണ് അൽ ഇസ്റാ വൽ മിഅ്റാജ് സംഭവിച്ചത് എന്ന കൃത്യമായ ഒരു തീയതി എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇന്ന ദിവസമാണ് അല്ലെങ്കിൽ ഇന്ന വർഷമാണ് എന്നിങ്ങനെ പ്രത്യേകമായി അതിൻ്റെ തീയതി എവിടെയും കാണാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ കാരണം, ഇസ്റാ മിഅ്റാജ് അത് സംഭവിച്ചുവെന്നും അതാദ്യമായി കേട്ട സഹാബികൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ഒരാൾ പോലും ഇങ്ങനെ പ്രത്യേകമായി ആരാധനാ കർമ്മങ്ങൾ പിറ്റേത്തെ വർഷം നടത്തിയിട്ടില്ല, എവിടെയുമില്ല. അതാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്. തെളിവിന് കൊള്ളാകുന്ന ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല. മൂന്നാമത്തെ കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ദീൻ ഒരു അറഫ ദിനത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞ കാര്യം അദീനിൽ ഉണ്ടായിരുന്നില്ല. ഉത്തമ തലമുറയിൽ ജീവിച്ച ഒരാൾക്കും ഇതറിയില്ല എങ്കിൽ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ വാക്കാണ് നമുക്ക് പറയാനുള്ളത്. ഫമാ ലം യകുൻ യൗമഇദിൻ ദീനൻ ഫലാ യകൂനുൽ യൗമ ദീനാ. അന്ന് എന്തൊന്ന് ദീനാവുകയില്ലേ, അതിന്നും ദീനാവുകയില്ല. അന്ന് ദീനിലില്ലാത്ത ഇന്നും ദീനല്ല. അന്ന് ഇസ്റാ മിഅ്റാജിന്റെ നോമ്പില്ല, റഗായിബ് നിസ്കാരമില്ല, പ്രത്യേകം ഒരു പ്രാർത്ഥനാ സദസ്സില്ല എങ്കിൽ അത് ഇന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തിനെ ശക്തമായി എതിർത്ത അനേകം ഹദീസുകൾ കാണാം. പുതുതായി വല്ലതും കടത്തിക്കൂട്ടുക എന്നത് ഈ ദീനിൽ ഒരിക്കലും പാടില്ലാത്തതാണ്. ഇങ്ങനെ 4ഓളം വരുന്ന കാരണങ്ങളാൽ അൽ ഇസ്റാ വൽ മിഅ്റാജ് എന്ന അത്ഭുത സംഭവത്തെ ആഘോഷമാക്കാനോ പ്രത്യേകം ഒരു ഇബാദത്തുകൾ നിശ്ചയിച്ചന്ന് ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കാനോ നമുക്ക് പാടില്ല എന്നത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഖുൽ ചോദിക്കുക നബിയെ, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലൻ. തങ്ങളുടെ കർമ്മങ്ങൾ നഷ്ടത്തിലായി പോയ ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ. ദുനിയാവിൽ തങ്ങളുടെ പ്രയത്നങ്ങളെല്ലാം പാഴായിപ്പോയ ആളുകളാണവർ. ഒരുപാട് പണിയെടുക്കും, നമുക്ക് നോമ്പെടുക്കും, നിസ്കരിക്കും, രാത്രി ഉറക്കൊഴിക്കും, ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും. പക്ഷെ ഇതൊക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ ദീനിൽ ഇല്ലാത്തതാണ്. നല്ലതല്ലേ എന്ന് പറഞ്ഞ് അത് പുണ്യമാക്കാൻ പാടില്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞു വെച്ചു.
ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടു. അതുകൊണ്ട് പ്രിയമുള്ളവരെ നോക്കൂ, അതും ഈ പറഞ്ഞതൊക്കെ ഉണ്ടായിരിക്കെ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവരിത് ചെയ്യാത്ത ആളുകളെ നോക്കിയിട്ട് പറയും ബിദ്അത്തിൻ്റെ ആളുകൾ, പുത്തൻവാദികൾ, നോക്കൂ ഇബാദത്തുകൾക്ക് ഭാഗ്യം ലഭിക്കാത്തവർ, നഷ്ടത്തിലായി പോയ ആളുകൾ, ബിദ്അഈ കക്ഷികൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യും. തങ്ങൾ യഥാർത്ഥ പാതയിലാണെന്നവർ വിചാരിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം. ഒരു കാലത്തും അതിൽ നിന്ന് മടങ്ങാതിരിക്കാനുള്ള കാരണമാണത്. താൻ ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഒരാൾ ധരിച്ചു വെച്ചാൽ അയാൾ എങ്ങനെയാണ് അതിൽ നിന്ന് മടങ്ങുക? അതാണ് ഈ പറഞ്ഞ വഴികേടിനേക്കാൾ വലിയ വഴികേട്. അതാണ് തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നാണ് അയാൾ മരിക്കുന്നത് വരെ വിചാരിക്കുക. അള്ളാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉള്ള ഇബാദത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച് മരണം വരെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അവൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, തിന്മകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിലെ രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ശിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.